സ്റ്റാൻലിയുടെ അടുത്ത് അവതക്കുട്ടി പറയുന്നുണ്ട്, നീ അവളോട് ഒത്തിരി സ്നേഹമൊക്കെ ആയിട്ട് പെരുമാറണം, അത് അവളുടെ മുഖത്ത് കാണുന്നുണ്ട്, നീ സ്നേഹത്തോടെ പെരുമാറുന്നില്ല എന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പച്ചൻ അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അപ്പോൾ അപ്പച്ചൻ ഇന്ന് പോകുന്നൊന്നുമില്ലേ വീട്ടിലേക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോണില്ല, ഞാൻ പോകുന്ന കാര്യമൊക്കെ മാറ്റി വെച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത്. അവളെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും കഴിയില്ല, നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്. ലാലിച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇനി കുടിയൊക്കെ കുറച്ച് കമ്മിയാക്കണം, ഒരു പെൺകുട്ടി ഉള്ളതാണ് ഇവിടെ എന്ന് പറയണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തിനാ എൻ്റെ കുടി കമ്മിയാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പറയണ്. അവൾ ചിന്നമ്മയെ പോലെയാണെങ്കിൽ നിൻ്റെ സ്വഭാവം അവൾ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ജോലിക്ക് നിന്ന ഡ്രൈവർ ലീവ് കഴിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, നീ എത്ര നാളായി ഇവിടെ നിന്ന് പോയിട്ട് ഒരു വിവരം വിളിച്ചു പറയുകയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ വാക്കിന് വ്യവസ്ഥയില്ലാത്തവരെയൊന്നും ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല, ജോലിയിൽ നമുക്ക് പിരിച്ചുവിടാം എന്ന് പറയുന്നത്. അത് കേട്ടതും, കുട്ടിച്ചായ എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ദിവസം ലീവ് എടുക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവർ വിനോദ് പറയുന്നുണ്ട്. ആൻ്റപ്പൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ടായി, ഇവിടെ ഒരു പുതിയ ആൾ കൂടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണ്. അവതക്കുട്ടി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, നീ ആദ്യം സ്റ്റാൻലിയിൽ ചെന്ന് കണ്ടിട്ട് മതി ജോലിക്ക് കയറില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നമ്മുടെ ബബിതയും രോഹിത്തും കൃഷ്ണയും കൂടെ അടുക്കളയിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ബഹളം കേട്ടിട്ട് വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇവിടെ ബഹളം, 3 കുരങ്ങുകളും കൂടെ അടുക്കളയിൽ കയറിയ പോലെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വല്ലതും വെക്കാനും വിളമ്പാനൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന ചേച്ചി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു അലീന ചേച്ചി നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ കയറി വരുന്നുണ്ട്. ബാലചന്ദ്രത്തെ പറയുന്നുണ്ട്, ഞാൻ തിങ്കളാഴ്ച തൊട്ടിട്ട് വർക്കിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്, എനിക്ക് പോകാനുള്ള സൗകര്യം ഒന്ന് ഒരുക്കി തരണം, എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇനി അത് കിട്ടുമ്പോൾ ഒരുപാട് സമയമെടുക്കും, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ ഇരുന്ന് മടുത്തു, അതുകൊണ്ട് ഇനി ജോലിക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് കൂടുതൽ എക്സ്പീരിയൻസ് വേറെ കാര്യങ്ങളിലൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വഴക്കിടുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, എനിക്കൊരു വേലക്കാരിയെ വേണം അലീനയ്ക്ക് പകരം എന്ന് പറയുന്നു. അത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് പകരം നിനക്ക് ആരെയും കിട്ടാൻ പോകുന്നില്ല, നിനക്ക് വല്ല കുഞ്ഞുമോളെയോ ലീലയോ ശാന്തിയോ അങ്ങനെ ആരെങ്കിലും നോക്കിയാൽ മതി, പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു വേലക്കാരിയെയും ആവശ്യമില്ല, എൻ്റെ മക്കൾക്ക് എല്ലാ പണിയും അറിയാം, അവർ നോക്കിക്കോളും, പിന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വെച്ചോ, അവർക്കുള്ള ശമ്പളവും നീ തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അത് കേട്ടതും വൈജയന്തിക്കും ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൗലോസിൻ്റെ അടുത്ത് ഡ്രൈവർ വിനോദ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ കൊച്ചിനെ പുറത്തൊന്നും കാണാനില്ലല്ലോ, റൂമിൽ തന്നെയാണോ എപ്പോഴും ഇരിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇല്ല, ആ കൊച്ച് വേണമെങ്കിൽ പട്ടികളുടെ കൂടെ ഇരിക്കുന്നുണ്ടാവും, പട്ടികളുമായിട്ട് ഭയങ്കര കൂട്ടാണ്, ആ പട്ടികൾ പറയുന്നത് ആ കുട്ടിക്കും അറിയാം, ആ കുട്ടി പറയുന്നത് ആ പട്ടികൾക്കും അറിയാം, അതാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്രയും നാളായിട്ടും ഇവിടെ വന്നിട്ട് ആ പട്ടികൾ എന്നെ കണ്ടാൽ ഇപ്പോഴും കുരയ്ക്കും, ഞാനുമായിട്ട് ഒരു കമ്പനി ആയിട്ടില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് പറയുന്നുണ്ട്. ആ കുട്ടി സാബിൻ്റെ മകളാണെന്ന് തന്നെ ഉറപ്പിക്കാമല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ആൻ്റപ്പൻ വന്നിട്ട് പറയുന്നുണ്ട്, അവതക്കുട്ടിച്ചായ ആ കൊച്ചിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പിടിച്ച് വന്നത്, എന്നാൽ ഇപ്പോൾ അവർ രണ്ടാളും ഒന്നായിരിക്കുകയാണ്, പുറത്താക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവതക്കുട്ടി വന്നിട്ട് ചോദിക്കുന്നത്, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് പറയുന്നു. പൗലോസ് പറയുന്നുണ്ട്, ആ കൊച്ചിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടല്ലേ കുട്ടിച്ചായം വന്നത്, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. അവതക്കുട്ടി പറയുന്നുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലടോ, അത് ഒറിജിനലാണ്, സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ് അത്, അങ്ങനെയൊന്നും പുറത്താക്കാൻ കഴിയില്ല. പൗലോസ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എവിടെയെങ്കിലും വീടെടുത്ത് താമസിപ്പിച്ചുകൂടി അതിന്, ഇത് നാട്ടുകാരറിഞ്ഞാൽ ചീത്തപ്പേരാവില്ലേ, സാബിനല്ലേ അത് മോശം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കേണൽ സാബ് വിചാരിച്ച് എവിടെയെങ്കിലും ഒരു ജോലി ആ കൊച്ചിനെ ഒപ്പിച്ചു കൊടുത്തൂടെ, എന്നിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും അവതക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, പൗലോസേ, നീ നിൻ്റെ മകളാണെങ്കിൽ അങ്ങനെ ചെയ്തു, എൻ്റെ കൊച്ചിനെ അങ്ങനെയൊന്നും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല, അലീന കൊച്ചി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളെല്ലാവരും അവളോട് നല്ല രീതിയിൽ വേണം പെരുമാറാൻ, അവൾക്കുള്ള ബഹുമാനം കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവതക്കുട്ടി ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട്. അലീനയെ വിളിച്ചിട്ട് അവതക്കുട്ടി പറയുന്നുണ്ട്, സ്റ്റാൻലി എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, നമ്മൾക്കും പോകണം, മോൾക്ക് അവിടെയൊക്കെ ഒന്ന് കാണണ്ടേ, പപ്പയ്ക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ സ്നേഹം തന്നെ ധാരാളമാണ്, എനിക്ക് സ്വത്തും മുതലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വല്യപ്പച്ചനും മോളും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്,
അലീന ഫ്രണ്ടിലിരുന്നാൽ മതി, അപ്പച്ചൻ പുറകെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട് വേണ്ട, വലിയപ്പച്ചൻ ഫ്രണ്ടിലിരുന്നോട്ടെ, ഞാൻ പുറകിലിരിക്കാം, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പറഞ്ഞത് കേൾക്കാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അലീനയ്ക്ക് എന്താ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.